ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ സ്റ്റഡി. ഇന്ന് നമ്മൾ എ സ്റ്റഡിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ പാർട്ട് 1 ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാ +1 +2 അതുപോലെ തന്നെ 10th ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് ദി വേൾഡ് ഓഫ് ഹ്യൂമർ എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എവ്രിബഡി ലൈക്സ് ജോക്സ്. Here are some good ones related to humorous situation from the lives of eminent personalities. അപ്പോൾ എന്താ പറയുന്നത്, എവ്രി വൺ ലൈക്സ് ജോക്ക്, എല്ലാവർക്കും തമാശകൾ ഇഷ്ടമാണ്. ജോക്സ് എന്ന് പറഞ്ഞാൽ തമാശകൾ. ഹിയർ ആർ സം ഗുഡ് വൺസ്, ഇവിടെ അതാ കുറച്ച് നല്ല തമാശകൾ. ഓക്കെ, റിലേറ്റഡ് ടു ഹ്യൂമറസ് സിറ്റുവേഷൻ, അതെല്ലാം റിലേറ്റ് ചെയ്യുന്നത് ഹ്യൂമറസ് ആയിട്ടുള്ള ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നടന്നിട്ടുള്ള കുറച്ച് തമാശകളാണ്. ഫ്രം ദി ലൈഫ്സ് ഓഫ് എമിനൻറ്റ് പേഴ്സണാലിറ്റി. എമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫിൽ നിന്ന് സംഭവിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് തമാശകളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദ വേൾഡ് ഓഫ് ഹ്യൂമർ ഫസ്റ്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു തമാശ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ വേക്ക് അപ്പ് എവ്രി മോർണിംഗ് അറ്റ് 9 ആൻഡ് ഗ്രാബ് ഫോർ ദി മോർണിംഗ് പേപ്പർ. അപ്പോൾ എല്ലാ രാവിലെ 9 മണിക്ക് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എണീക്കും. എന്നിട്ട് ഗ്രാബ് ഫോർ ദി മോർണിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ എടുക്കും. ദെൻ ഐ ലുക്ക് അറ്റ് ദി ഒബിച്വറി പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചരമകോളം വരുന്ന പേജിനാണ് കേട്ടോ ഒബിച്വറി പേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ നോക്കും. ഇഫ് മൈ നെയിം ഈസ് നോട്ട് ഓൺ ഇറ്റ് ഐ ഗെറ്റ് അപ്പ്. അതിലെൻ്റെ പേര് കണ്ടില്ലെങ്കിൽ ഞാൻ എണീക്കും. അപ്പോൾ ഒരു തമാശ രീതിയിൽ പറയാണ്, ആ ചരമകോളത്തിൽ എൻ്റെ പേര് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ബെഡിൽ നിന്ന് എണീക്കും എന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ 3 സ്റ്റോറീസ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള 3 പേഴ്സണാലിറ്റീൻ്റെ ഹ്യൂമറസ് സ്റ്റോറീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് ആർതൂർ കനോൺ ഡോയലിൻ്റെ. അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. ദ ഫേമസ് ഓതർ ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. അപ്പോൾ അദ്ദേഹം ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൻ്റെ ഫേമസ് ഓതറാണ്. വൺസ് വെൻറ്റ് ടു പാരീസ്. അദ്ദേഹം ഒരിക്കൽ പാരീസിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഹി ഹയേർഡ് എ ക്യാബ് അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ ടു ഗോ ടു ദി ഹോട്ടൽ. അപ്പോൾ അദ്ദേഹം ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ക്യാബ്, അതായത് ഒരു ടാക്സി വിളിക്കുകയാണ് കേട്ടോ. വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു മിസ്റ്റർ കനോൺ ഡോയൽ. ഏത് ഹോട്ടലിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ ഇഷ്ടം എന്ന് ആ ഒരു ക്യാബിലെ ഡ്രൈവർ കനോൺ ഡോയലിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ക്യാബിലെ ഡ്രൈവർ കനോൺ ഡോയൽ എന്ന് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആസ്ക് ദ ക്യാബ്മാൻ. അപ്പോൾ ആ ഒരു ക്യാബ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഡ്രൈവറിനെയാണ്, ടാക്സി ഓടിക്കുന്ന ഡ്രൈവറിനെ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്. ദ റൈറ്റർ വാസ് ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്. അപ്പോൾ നമ്മുടെ റൈറ്ററായിട്ടുള്ള കനോൺ ഡോയൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഹൗ ഡു യു നോ മൈ നെയിം ഹി ആസ്ക്ഡ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? വെൽ ഇറ്റ്സ് സിമ്പിൾ ദ ക്യാബ്മാൻ സെഡ്. അത് ഭയങ്കര സിമ്പിളാണ് എന്ന് ക്യാബ്മാൻ പറയാണ്. ദ അതർ ഡേ ഐ റീഡ് ഇൻ ദി ന്യൂസ് പേപ്പേഴ്സ് ദാറ്റ് യു വുഡ് പ്രോബബ്ലി വിസിറ്റ് പാരീസ് ദിസ് വീക്ക്. ഞാൻ ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ വായിച്ചു, ഈ ആഴ്ച നിങ്ങൾ പാരീസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് മനസ്സിലായെന്ന് ക്യാബ്മാൻ പറയണം കേട്ടോ. ദെൻ ഐ നോട്ടീസ് ദാറ്റ് യുവർ സ്യൂട്ട് വാസ് മെയ്ഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ് ട്വീറ്റ്. പിന്നീട് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്യൂട്ട് ഇട്ടിരിക്കുന്ന ആ കോട്ട് വാസ് മെയ്ഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ് ട്വീറ്റ് എന്ന് വെച്ചാൽ ഈസ് എ റഫ് സർപ്രൈസ്ഡ് വൂളൻ ക്ലോത്ത് ഒറിജിനലി പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടീഷിൽ മാത്രം കാണപ്പെടുന്നൊരു നമ്മളുടെ ഒരു കട്ടിയുള്ള കമ്പിളിപ്പുതപ്പ് പോലത്തെ കട്ടിയുള്ളൊരു കോട്ടാണ്. അപ്പോൾ അതും കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ കനോൺ റിപ്ലൈ ചെയ്യാണ്. വണ്ടർഫുൾ സെഡ് കനോൺ ഡോയൽ പറയണം, ഓ അതിശയം. യു ആർ എ ബോൺ ഡിറ്റക്റ്റീവ്. എന്നിട്ട് ക്യാബ്മാനോട് പറയണം, നിങ്ങളൊരു ജന്മന ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തിയാണെന്ന്. താങ്ക് യു സർ ദ ക്യാബ്മാൻ റിപ്ലൈഡ്. അപ്പോൾ ക്യാബ്മാന് താങ്ക് യു സർ എന്ന് നമ്മുടെ ഡോയലിനോട് പറയാണ്. ബട്ട് ഐ ആം നോട്ട് എക്സാക്ട്ലി എ ഗുഡ് ഡിറ്റക്റ്റീവ്. ഞാനൊരു ശരിക്കും ഒരു നല്ല ഡിറ്റക്റ്റീവ് ഒന്നുമല്ല എന്ന് ക്യാബ്മാൻ പറയുന്നുണ്ട് കേട്ടോ. വൈ ഡു യു സേ ദാറ്റ് ആസ്ക്ഡ് കനോൺ ഡോയൽ. അപ്പം നമ്മുടെ കനോൺ ഡോയൽ തിരിച്ചു ചോദിക്കുകയാണ്, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? യു സീ സർ യുവർ നെയിം ഈസ് റിട്ടൺ ഓൺ യുവർ ലഗേജ്. സർ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പേര് ലഗേജും എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, ക്യാബ്മാൻ ഈ ലഗേജ് വായിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് കേട്ടോ. നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് കടക്കാം. മാർക്ക് ട്വെയിൻ.
ഫേമസ് അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള മാർക്ക് ട്വിനിൻ്റെ സ്റ്റോറിയാണ്. മാർക്ക് ട്വിൻ ദ ഫേമസ് അമേരിക്കൻ റൈറ്റർ വാസ് ട്രാവലിംഗ് ഇൻ ഫ്രാൻസ്. അപ്പോൾ അദ്ദേഹം ഫ്രാൻസിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൺസ് ഹി വാസ് ഗോയിങ് ബൈ ട്രെയിൻ ടു ഡിജോൺ എന്നുള്ള പറയുന്ന പ്ലേസിലോട്ടാണ് ട്രെയിൻ മുഖേനയാണ് അദ്ദേഹം പോകുന്നത്. ദാറ്റ് ആഫ്റ്റർനൂൺ ഹി വാസ് വെരി ടയേർഡ് ആൻഡ് വോണ്ടഡ് ടു സ്ലീപ്പ്. ആ ഒരു ആഫ്റ്റർനൂൺ അദ്ദേഹം ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം വരുന്നുണ്ട്, സ്ലീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഹി ദെയർഫോർ ആസ്ക്ഡ് ദ കണ്ടക്ടർ ടു വേക്ക് ഹിം അപ്പ് വെൻ ദേ റിച്ച്ഡ് ഡിജോൺ. അപ്പോൾ അദ്ദേഹം കണ്ടക്ടറോട് ആവശ്യപ്പെടുകയാണ്, ട്രെയിനിലുള്ള കണ്ടക്ടറോട് ആവശ്യപ്പെടുകയാണ് ഡിജോണിലെത്തുമ്പോൾ എന്നൊന്ന് ഉണർത്തണേ എന്ന് അദ്ദേഹത്തോട് പറയണം കേട്ടോ. ബട്ട് ഫസ്റ്റ് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഹി വാസ് എ വെരി ഹെവി സ്ലീപ്പർ. പക്ഷേ അദ്ദേഹം ഇത് പറയുന്നതിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ഭയങ്കര ഉറക്കക്കാരനാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്ലീപ്പറാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഐ വിൽ പ്രോബബ്ലി പ്രൊട്ടസ്റ്റ് ലൗഡ്ലി വെൻ യു ട്രൈ ടു വേക്ക് മീ അപ്പ് ഹി സെഡ് ടു ദി കണ്ടക്ടർ. നീ എന്നെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്തായാലും ദേഷ്യപ്പെടും, കാരണം ഞാൻ അത്രയും ഉറക്കക്കാരനാണ് എന്ന് കണ്ടക്ടർക്ക് ഇദ്ദേഹം മാർക്ക് ട്വിന് പറഞ്ഞു കൊടുക്കുകയാണ്. ബട്ട് ഡു നോട്ട് ടേക്ക് എനി നോട്ടീസ്, ജസ്റ്റ് പുട്ട് മീ ഓഫ് ദി ട്രെയിൻ എനിവേ. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, എങ്ങനെ വന്നാലും ഡിജോൺ എത്തുമ്പോൾ എന്നെ പുറത്താക്കിക്കൊള്ളൂണ്ടു, അതായത് എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞയക്കൊണ്ടു എന്ന് പറയണം കേട്ടോ. വെൻ മാർക്ക് ട്വിൻ വോക്ക് അപ്പ് ദ ട്രെയിൻ വാസ് ഓൾറെഡി ഇൻ പാരീസ്. നമ്മുടെ ട്രെയിന് ഡിജോണൊക്കെ കഴിഞ്ഞ് പാരീസിലെത്തിയിട്ടുണ്ട്. ദ ആംഗ്രി റൈറ്റർ റാൻ അപ്പ് ടു ദി കണ്ടക്ടർ ആൻഡ് സെഡ് ഐ വിൽ നെവർ ബി സോ ആംഗ്രി ഇൻ ഓൾ മൈ ലൈഫ്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട്, കാരണം സ്ഥലം കഴിഞ്ഞല്ലോ, അപ്പോൾ കണ്ടക്ടറിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറയാണ്, എനിക്ക് ഇത്രയും ദേഷ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് പറയണം കേട്ടോ, വിളിക്കാത്തതുകൊണ്ടുള്ള ദേഷ്യം എന്ന് പറയാണ്. ദ കണ്ടക്ടർ ലുക്ക്ഡ് അറ്റ് ഹിം കാംലി. കണ്ടക്ടർ അദ്ദേഹത്തെ ഭയങ്കര ശാന്തമായിട്ട് നോക്കിയിട്ട്, യു ആർ not half as angry as the American who I put off the train at Dijon, he said. അപ്പോൾ എന്താ പറയണത്, നേരത്തെ ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ ഈ കണ്ടക്ടർ ഇദ്ദേഹത്തെ വന്ന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ മാർക്ക് ട്വിനിനെ. അപ്പോൾ നമ്മുടെ കണ്ടക്ടർ ഒരു രസകരമായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. യു ആർ നോട്ട് ഹാഫ് ആംഗ്രി ആസ് ദി അമേരിക്കൻ ഹൂം ഐ പുട്ട് ഓഫ് ദി ട്രെയിൻ അറ്റ് ഡിജോണിലെത്തിയപ്പോൾ ഞാൻ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട ആ അമേരിക്കക്കാരൻ്റെ അത്രയും പകുതി ദേഷ്യം പോലും നിങ്ങൾക്കില്ല എന്ന് നമ്മുടെ കണ്ടക്ടർ രസകരമായിട്ട് ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കണം മാർക്ക് ട്വിനിന്. അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർക്ക് ട്വിനിനെ ഈ കണ്ടക്ടർ പോയി വിളിച്ചിട്ടുണ്ട്, മാർക്ക് ട്വിൻ അദ്ദേഹത്തോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഉറക്കത്തിൻ്റെ ആ ടൈമിൽ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഡിജോൺ മിസ്സായത്. അതൊരു തമാശകരമായിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ പാർട്ട് 3 കിടക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്റ്റോറിയാണ്. വാസ് അപ്പറൻ്റ്ലി എ ലേറ്റ് ടോക്കർ ആൻഡ് ഹിസ് പാരൻസ് വർ വറീഡ് അബൌട്ട് ഹിസ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ആൽബർട്ട് ഐൻസ്റ്റീന് ഭയങ്കര ലേറ്റായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസിന് അത് ഭയങ്കര ആശങ്ക ഉണ്ടാക്കിയിരുന്നു, വെറീഡായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ശരിയായ രീതിയിലല്ലേ മകൻ്റെ ബുദ്ധി വളർച്ച ഉള്ളത് എന്നൊക്കെ വെറീഡായിരുന്നു. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരം കുറേ ലേറ്റായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് അറ്റ് ദി സപ്പർ ടേബിൾ വൺ നൈറ്റ് ഹി ബ്രോക്ക് ഹിസ് സൈലൻസ് ടു സേ. അറ്റ് ലാസ്റ്റ് അങ്ങനെ അവസാനം സപ്പർ ടേബിൾ എന്ന് വെച്ചാൽ രാത്രി ഡിന്നർ ടേബിളിൻ്റെ അവിടെ രാത്രി ഹി ബ്രോക്ക് ഹിസ് സൈലൻസ് ടു സേ, അദ്ദേഹത്തിൻ്റെ സൈലൻസ് മാറ്റി വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ദ സൂപ്പ് ഈസ് ടു ഹോട്ട്. അദ്ദേഹം ഈ സൂപ്പ് ഭയങ്കര ചൂടാണല്ലോ എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്രേറ്റ്ലി റിലീവ്ഡ് ഹിസ് പാരൻസ് ആസ്ക്ഡ് വൈ ഹി ഹാഡ് നെവർ സെഡ് എ വേർഡ് ബിഫോർ. അദ്ദേഹത്തിൻ്റെ പാരൻസിന് ഭയങ്കര റിലീവ്ഡ് എന്ന് വെച്ചാൽ ആശ്വാസം തോന്നി അദ്ദേഹം സംസാരിച്ചപ്പോൾ. ഹിസ് പാരൻസ് ആസ്ക്ഡ് വൈ ഹി ഹാഡ് നെവർ സെഡ് എ വേർഡ് ബിഫോർ. അപ്പോൾ പാരൻസ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇത്രയും കാലമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നത്? അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് റിപ്ലൈ ചെയ്യാണ്, ബിക്കോസ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ടുഡേ. ഇന്ന് വരെ എല്ലാതും ശരിയായ രീതിയിലായിരുന്നു പോയിരുന്നത്, ഇന്ന് മാത്രമേ ഞാനൊരു കുറ്റം കണ്ടുള്ളൂ, അത് ഈ സൂപ്പ് ചൂടായതുകൊണ്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 സ്റ്റോറീസും ഫണ്ണിയായി തോന്നിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 1 ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.